ഹലോ ഗൈസ്, ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഡൽഹി ഹൈക്കോർട്ട് ഒരു ജഡ്ജ്മെന്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്, പുരുഷന്മാരെ അഡൾട്ടറിയുടെ കേസ് ഫയൽ ചെയ്യും. പുരുഷന്മാർ മാത്രമല്ല, ലേഡീസ് ആണെങ്കിലും വൈഫിനെതിരെയോ അല്ലെങ്കിൽ ഹസ്ബൻഡിനെതിരെയോ അഡൾട്ടറിയുടെ ഗ്രൗണ്ട് വെച്ച് ഡിവോഴ്സ് ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് ഈ പറയുന്ന അഡൾട്ടറി ചെയ്താരണോ, ഭാര്യ ആണെങ്കിൽ കാമുകിയുടെ പേരും ഭർത്താവാണെങ്കിൽ കാമുകന്റെ പേരും കൂടെ ഈ ഡിവോഴ്സിനകത്ത് ആഡ് ചെയ്യണം. അയാളെയോ അവളെയോ ഒരു പാർട്ടി ആക്കണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അഡൾട്ടറി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അഡൾട്ടറിയുടെ കാര്യം പറഞ്ഞ് നമ്മളൊരു കേസ് ഫയൽ ചെയ്യുമ്പോൾ ഭാര്യയുടെ കാമുകൻ ആരാണോ അയാളെ പാർട്ടിയാക്കണം കേസിനകത്ത്. അതുപോലെ തന്നെ ഭാര്യമാരാണെങ്കിൽ ഭർത്താവിന്റെ കാമുകിനെ പാർട്ടിയാക്കണം എന്നുള്ളതാണ്. അതാക്കിയില്ലെങ്കിൽ അഡൾട്ടറി പ്രൂവ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും എന്നും കൂടെ ജഡ്ജ്മെന്റിൽ ഉണ്ട്. അതുകൊണ്ട് നെക്സ്റ്റ് ടൈം അയ്യോ അവളുടെ പേര് ചേർത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ, അവളുടെ വീട്ടുകാര് അല്ലെങ്കിൽ അവന്റെ പേര് ചേർത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രശ്നം എന്നൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട. ഇനി ടെൻഷൻ ആവുന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രൗണ്ട് വെച്ച് അഡൾട്ടറി ഗ്രൗണ്ട് വെച്ച് ഡിവോഴ്സ് ഫയൽ ചെയ്യാനും പറ്റില്ല. നിങ്ങൾക്ക് അറിയാലോ, പുരുഷന്മാർക്ക് പ്രത്യേകിച്ച് അറിയാലോ, അഡൾട്ടറി കണ്ടുപിടിക്കുക, അതിന്റെ പ്രൂഫ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഭാര്യമാർക്ക് 5 പൈസ കൊടുക്കേണ്ട ആവശ്യം വരില്ല എന്നുള്ളതും കൂടെ ഉണ്ട്. അതുകൊണ്ട് കണ്ടും മനസ്സിലാക്കിയും വേണം നിൽക്കാനായിട്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം, ഭാര്യയുടെ കൂടെ ജീവിക്കുന്നുണ്ട് ഇപ്പോ എങ്കിൽ ആ സമയത്താണ് ഈ പറയുന്ന തെളിവുകൾ കണ്ടുപിടിക്കേണ്ടത്. ഭാര്യ മാറി നിൽക്കുന്ന സമയത്ത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരുമിച്ച് താമസിക്കുമ്പോൾ വേണം ഈ പറയുന്ന എവിഡൻസസ് എല്ലാം കണ്ടുപിടിക്കാൻ. കുറെ ട്രിക്സ് ഒക്കെ ഉണ്ട്. കൺസൾട്ടേഷൻ താല്പര്യമുള്ളവർ വിളിക്കാം, കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ശ്രദ്ധിക്കുക, ഇനി തൊട്ട് അഡൾട്ടറി ഗ്രൗണ്ട് വെച്ച് ഡിവോഴ്സ് ഫയൽ ചെയ്യുമ്പോൾ അഡൾട്ടറിന്റെ പേര് പാർട്ടി ആക്കണം. അതായത് അയാളെയും ഈ പറയുന്ന ഡിവോഴ്സ് കേസിൽ ഒരു പാർട്ടി ആക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ബൈ.